അക്ഷരക്കൂട്ടുകളിലേക്ക് ഒരു കുട്ടിപ്പാത. GHS ഇരുളത്തെ കൂട്ടുകാരുടെ ലൈബ്രറി യാത്ര. ജൂൺ മധ്യത്തിൻ്റെ കുളിരണിഞ്ഞ അന്തരീക്ഷത്തിലാണ് വിദ്യാലയ മുറ്റത്തേക്ക് ഞങ്ങളുടെ 2 സ്കൂൾ ബസ്സും വന്നു നിന്നത്. സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3ഉം 4ഉം ക്ലാസ്സുകളിലെ 82 കൂട്ടുകാരുടെയും മുഖത്ത് ഇന്ന് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, വായനാ വാരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്നൊരു പുതിയ ലോകം കാണാൻ പോവുകയാണ്. അക്ഷരങ്ങളുടെയും കഥകളുടെയും സ്വന്തം യുവരശ്മി ഗ്രന്ഥശാല. 2026 ജൂൺ 22 സമയം ഉച്ചയ്ക്ക് കൃത്യം 2:30 കളിച്ചിരികളും പാട്ടുകളുമായി ഞങ്ങളുടെ വണ്ടി ലൈബ്രറി ലക്ഷ്യമാക്കി നീങ്ങി. ജനൽ കമ്പികളിലൂടെ തഴുകി വന്ന കാറ്റിന് പോലും വായനയുടെ മണമുള്ളതുപോലെ പുസ്തകങ്ങളുടെ ലോകത്തെക്കുറിച്ച് അധ്യാപകർ പറഞ്ഞു തന്ന കാര്യങ്ങൾ കേട്ട് ഓരോരുത്തരുടെയും മനസ്സിൽ ആകാംക്ഷയുടെ കുഞ്ഞു പുത്തിരികൾ മിന്നിമറിയുന്നുണ്ടായിരുന്നു. ലൈബ്രറിയിൽ എത്ര പുസ്തകങ്ങൾ കാണും? അവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന കഥാപുസ്തകങ്ങൾ ഉണ്ടാകുമോ? ബസ്സിൽ ഇരുന്ന് കൂട്ടുകാർ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ ഞങ്ങൾ യുവരശ്മി ഗ്രന്ഥശാലയുടെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നു. വരിവരിയായി അച്ചടക്കത്തോടെ, എന്നാൽ ഉള്ളിലെ കൗതുകം ഒട്ടും ചോർന്നു പോവാതെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ആഹാ, എന്തൊരു കാഴ്ചയായിരുന്നു അത്! അലമാരകളിൽ നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ. മഷി മണക്കുന്ന ആ വലിയ ലോകം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾക്കായി അവിടെ കാത്തിരുന്ന ലൈബ്രറിയൻ ആൻറ്റി വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ലൈബ്രറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പുസ്തകങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നും ആൻറ്റി ഞങ്ങൾക്ക് ലളിതമായി വിവരിച്ചു തന്നു. അതിലുപരി കുട്ടികൾക്കായുള്ള ബാലവേദി പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണ് വിടർന്നു. ഞങ്ങളെപ്പോലുള്ള കൂട്ടുകാർക്ക് കളിക്കാനും ചിരിക്കാനും ഒപ്പം അറിവ് നേടാനും അവിടെ വലിയൊരു വേദി ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. തുടർന്ന് അക്ഷരക്കൂട്ടുകാർക്കിടയിൽ കൂടെ ഞങ്ങൾ ചുറ്റി നടന്നു. അമ്പിളി മാമനും ഈസോപ്പ് കഥകളും പഞ്ചതന്ത്രവുമൊക്കെ പുസ്തകത്താളുകളിൽ നിന്ന് ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. കുറച്ചു നേരം പുസ്തകങ്ങൾ കൈകളിൽ തൊട്ടറിഞ്ഞും ചിത്രങ്ങൾ നോക്കിയും ഞങ്ങൾ ആസ്വദിച്ചു. കുട്ടികളല്ലേ, മനസ്സു നിറയെ സംശയങ്ങളായിരുന്നു. ഇത്രയും പുസ്തകങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഏതൊക്കെ തരം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്? ലൈബ്രറിയുടെ പ്രവർത്തന സമയം എപ്പോഴാണ്? ഞങ്ങളുടെ കുട്ടി സംശയങ്ങൾക്കെല്ലാം വളരെ കൃത്യമായും സ്നേഹത്തോടെയും മറുപടി നൽകാൻ അവിടെ 2 പേരുണ്ടായിരുന്നു. ജില്ലാ ഗ്രന്ഥശാല സമിതി അംഗം പ്രിയപ്പെട്ട വാസുവേട്ടനും ഒപ്പം ലൈബ്രറിയൻ ആൻറ്റിയും. അവരുടെ മറുപടികൾ കേട്ടതോടെ വായനയോടുള്ള ഞങ്ങളുടെ താല്പര്യം ഇരട്ടിയായി. തിരികെ സ്കൂളിലേക്ക് മടങ്ങാൻ ബസ്സിൽ കയറുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ പുസ്തകങ്ങൾ ഇല്ലായിരുന്നെങ്കിലും മനസ്സു നിറയെ അക്ഷരങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകളും പുസ്തകങ്ങളോടുള്ള പ്രണയവും ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ വെറും കടലാസുകളല്ല, മറിച്ച് വിജ്ഞാനത്തിൻ്റെ വലിയൊരു പ്രപഞ്ചത്തിൻ്റെലേക്കുള്ള ഒരു താക്കോലാണെന്ന് തിരിച്ചറിഞ്ഞ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത്.